ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഐസ്ക്രീം കൊണ്ട് വളരെ ടേസ്റ്റി ആയൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരല്പം ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. വീഡിയോ എല്ലാവരും കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുട്ട 2 എണ്ണം, ഉപ്പ് 1/4 ടീസ്പൂൺ, മൈദ 1 കപ്പ്, കോൺഫ്ലെക്സ് 1 കപ്പ്, വാനില ഐസ്ക്രീം. ഇവയാണ് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ബൗൾ എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. ഈ മുട്ടയെ ഈ ബൗളിലേക്ക് നമുക്ക് പൊട്ടിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഈ മുട്ടയെ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ എന്തുപയോഗിച്ചിട്ട് വേണമെങ്കിലും ഇതിനെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർക്കാം. ഇനി ഈ മൈദപ്പൊടിയെയും മുട്ടയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മാവ് ആക്കി കലക്കിയെടുക്കാം. ദോശമാവിൻ്റെ പരുവത്തിൽ വേണം ഇതിനെ കലക്കിയെടുക്കാൻ. നല്ല ലൂസുമല്ല, എന്നാൽ നല്ല തിക്കുമല്ല, അങ്ങനെ വേണം ഇതിനെ കലക്കിയെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവ് തയ്യാറാക്കാൻ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കോൺഫ്ലെക്സ് ആണ്. ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതിൽ നിന്നും 1 കപ്പ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതിനെ നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ഇപ്പം ഞാൻ 1 കപ്പ് കോൺഫ്ലെക്സ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മിക്സിയിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നന്നായിട്ട് പൊടിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കോൺഫ്ലെക്സ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കൊരു എണ്ണ നന്നായിട്ട് ചൂടാക്കാനായിട്ട് മാറ്റാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇനി നമുക്ക് ഐസ്ക്രീം ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ അതിനായിട്ട് എടുത്തിട്ടുള്ളത് വാനില ഐസ്ക്രീമാണ്. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ഉപയോഗിക്കാം. വാനിലയാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിനെ നമുക്ക് 24 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ ഇങ്ങനെ ഓരോ സ്കൂപ്പായിട്ട് എടുക്കാം. ഈ സ്കൂപ്പ് ചെയ്ത ഐസ്ക്രീമിനെ നമുക്ക് മൈദയുടെയും മുട്ടയുടെയും ബാറ്ററിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഐസ്ക്രീം മെൽറ്റ് ആവും. അതിനുശേഷം നമുക്കിതിനെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലെക്സിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കോൺഫ്ലെക്സുമായിട്ട് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിനെ നല്ല പോലെ ചൂടായി നിൽക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിതിനെ ഒന്ന് എണ്ണയിലിട്ടിട്ട് തിരിച്ചിട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ അകത്തൊന്നും കോരി മാറ്റണം. കൂടുതൽ നേരം എണ്ണയിൽ ഇട്ട് വെക്കരുത്, അപ്പോൾ നമ്മുടെ ഐസ്ക്രീമൊക്കെ മെൽറ്റായി ഐസ്ക്രീം പുറത്ത് വരും. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ഫ്രൈഡ് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതിനെയും കൂടെ തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഇതുപയോഗിച്ചിട്ട് തയ്യാറാക്കാം. ഐസ്ക്രീം നല്ല പോലെ തണുത്ത് സെറ്റായിരിക്കണം, എന്നാൽ മാത്രം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ ഐസ്ക്രീം മെൽറ്റായി പോവും. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ ഹണിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അതിനുശേഷം അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ തണുപ്പിച്ചതിന് ശേഷം ഇതിനെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ഫ്രൈഡ് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ടേസ്റ്റിയിൽ ഈ ഫ്രൈഡ് ഐസ്ക്രീം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. വളരെ ടേസ്റ്റി ആയൊരു സ്നാക്സാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.